നിങ്ങൾക്കറിയാമല്ലോ, ചെറിയ കുട്ടികൾ. ലഹരിയുടെ കാലാണ് നമ്മുടെ കാലം. ലഹരിയുടെ നാടാണ് നമ്മുടെ നാട്. ലഹരി എന്ന് പറയുന്നത് എത്ര പ്രായമുള്ള കുട്ടികളാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടികൾ. അവർക്ക് ലഹരി കൊടുക്കുകയാണ്. സ്കൂളുകളിൽ ആ കുട്ടികൾക്ക് എത്തിക്കുന്ന ലഹരി, ആ ലഹരി കൊടുത്ത എത്രയോ കുട്ടികൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ആരാ കൊടുക്കുന്നത്? സർക്കാരിന്റെ പിന്തുണയുള്ള ഏജന്റുമാരാണ് സ്കൂളിന്റെ മുറ്റത്ത് കൊണ്ടുപോയി ഈ ലഹരി കൊടുക്കുന്നത് എന്ന് പറയുമ്പോ നമ്മൾ കൊച്ചുമക്കളെ സൂക്ഷ്മതയോടുകൂടി നോക്കേണ്ടുന്ന UP സ്കൂൾ, LP സ്കൂൾ, അതിൽ മുമ്പിൽ പോയി ആ കുട്ടികൾക്ക് ലഹരി കൊടുക്കുന്ന ഒരു നാടായി ഈ നാട് മാറി എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്കിത് സഹിക്കും? പരിശോധിക്കണം നിങ്ങൾ. ഈ നാട് ഒരു സർക്കാർ ഉണ്ടെങ്കിൽ ഒരു തവണയല്ലാതെ രണ്ടാമത്തെ തവണ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരാൾക്ക് ഇത് കൊടുക്കാൻ സാധിക്കുമോ? പക്ഷേ ഇതിന് പരിശോധിക്കാൻ ആളില്ല, ഇതിനെ നിയന്ത്രിക്കാൻ ആളില്ല. അതൊരു പ്രശ്നമല്ല. അതുകൊണ്ട് ഈ സർക്കാരിനെതിരെയുള്ള ഒരു പോരാട്ടം നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ. തുടക്കമാണിത്, ഒടുക്കമല്ല. ഈ നാട് ഒരിക്കലും കാണാത്ത ഇതുപോലത്തെ ഒരു സർക്കാർ ഇനി ഒരു ജന്മം ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതിന്റെ പോരാട്ടത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDF-ഉം ഉണ്ട്. അതിന്റെ പിറകിൽ അണിനിരന്നുകൊണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ എന്ന് പറയുന്ന നരഭോജിയെ, അദ്ദേഹത്തെ താഴെ ഇറക്കി കടന്നു പോകാൻ സാധിക്കണം. പണം അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്, നാടുണ്ടാക്കുന്നില്ല എന്നേ ഉള്ളൂ. അദ്ദേഹം നന്നായി പണം ഉണ്ടാക്കുന്നില്ലേ? എവിടുന്നെല്ലാം പണം ഉണ്ടാക്കുന്നു. പക്ഷേ പണം എവിടെയാ പോകുന്നത്? ഖജനാവിൽ പോകുന്നുണ്ടോ സർക്കാരിന്റെ? ഇല്ല, ഖജനാവിൽ പോകുന്നില്ല. സ്വർണം കടത്തുന്നു, ഡോളർ കടത്തുന്നു, കറൻസി കടത്തുന്നു. എല്ലാം കടത്തുന്നത് എവിടത്തേക്കാ? എല്ലാം കടത്തുന്നത് ഇത് അദ്ദേഹത്തിന്റെ സ്വന്തം കുടിലിലേക്കാ. ചെറിയ കൊച്ചു കുടിലില്ല താമസം, കുടിലിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. ആർക്ക് വേണ്ടിയാ? സ്നേഹിക്കുന്ന മക്കൾക്ക് വേണ്ടിയാ. ഇത്രയും സ്നേഹമുള്ളൊരു പിതാവ് എന്തിനാണ് പണം ഉണ്ടാക്കി അദ്ദേഹം മടുത്ത് നിൽക്കുകയാണ് ഇപ്പോൾ. ഒരച്ഛൻ മക്കളോട് ഇത്രയും സ്നേഹമുള്ള ഒരു അച്ഛനെ ഈ കൊച്ചു കേരളത്തിൽ കാണാൻ നമുക്ക് പ്രയാസമാണ്. മക്കൾക്ക് വേണ്ടി ഇതെല്ലാം ഉണ്ടാക്കുന്ന പിണറായി വിജയന്റെ സമ്പാദ്യം എത്രയെന്ന് ഇവിടുത്തെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരാ അധ്വാനിച്ച് വിയർപ്പൊഴുകി കഷ്ടപ്പെട്ട് ഈ നാട്ടിൽ ജീവിക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ജീവിതത്തെ കുറിച്ച് ഒന്ന് പരിശോധിക്കണം. പിണറായി വിജയൻ മുമ്പാര്, പിണറായി വിജയൻ പിൻപാര്, പിണറായി വിജയൻ ഇപ്പൊ എന്താ എന്ന് പരിശോധിക്കാൻ ഇവിടുത്തെ CPM-കാർക്ക് സാധിക്കണം എന്ന് ഞാൻ വിനയത്തോടെ പറയുകയാ. കോടീശ്വരനാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട തൊഴിലാളി നേതാവ് പിണറായി വിജയൻ എന്ന് നിങ്ങൾ ഓർക്കുക. മക്കൾക്ക് വേണ്ടി കോടാനുകോടി ഉണ്ടാക്കിയിരിക്കുന്നു. ലോകമുള്ള മുഴുവൻ ഖജനാവിലും ബാങ്കിലും മക്കൾക്ക് വേണ്ടി കോടികൾ പണം കണ്ടെത്തി അത് കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഒരു കാഴ്ചക്കാരനായി അല്ല കാവൽക്കാരനായി പിണറായി വിജയൻ നിൽക്കുന്നു എന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഓർക്കണം.